friends, welcome to Fiveas kitchen. എല്ലാവർക്കും എൻ്റെ Eid Mubarak. അപ്പോൾ ഇന്ന് ഈദൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തിന്ന് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് ഞാൻ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഉണ്ടാക്കുന്നത് മീൻ ബിരിയാണിയാണ്. അപ്പം മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാരണം എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മീൻ ബിരിയാണി ഉണ്ടാക്കുകയെന്ന്. അപ്പോൾ ഇന്നലെ ഇപ്പോൾ നമുക്ക് പോയപ്പോൾ ഒരു സാൽമൺ ആണ് കിട്ടിയത്. അപ്പം ഞാൻ സാൽമൺ വെച്ചിട്ടാണ് മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പം നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിക്കുമ്പം ഈ സാൽമൺ മീൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കലുണ്ടാവും. അപ്പോൾ ജസ്റ്റ് സാൽമൺ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ. ഇതാണ് സാൽമൺ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇപ്പം ഇതിപ്പം എന്താ പറയുക, ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ചെറിയ മീനാണ്. നമുക്ക് സാധാരണ ഇതിലും വലിയ മീൻ നമുക്കിവിടെ കിട്ടാറുണ്ട്. അപ്പം ഇതിൻ്റെ ഫ്ലഷൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഓറഞ്ച് കളറാണ്. ഞാനത് മുറിച്ചിട്ട് കാണിക്കാം, അപ്പോൾ ശരിക്കും അത് മനസ്സിലാവും. അപ്പോൾ ഞാനിതിനെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്, കാരണം കിച്ചണൊക്കെ ആകെ വൃത്തിയേടാവും അവിടെ നിന്ന് കട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല മീൻ കട്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആദ്യം ഇതിൻ്റെ സ്കെയിൽസൊക്കെ ഒന്ന് കളയാണ്. ഇത് ഫ്രഷ് വാട്ടർ സാൽമൺ ആണ്. അപ്പോൾ ഇതിൻ്റെ വൈൽഡ് ഉണ്ട്. വൈൽഡ് സാൽമണ് കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആവും. നമുക്ക് ഈ സ്കെയിൽസ് പോക്കാൻ കുറച്ചും കൂടെ എളുപ്പം നമ്മളടുത്ത് വൈഡ് ബ്രഷ് ഉണ്ടെങ്കിൽ അതാണ്, അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടെങ്കിൽ അത് വെച്ചും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ഒരു സൈഡ് ഓൾമോസ്റ്റ് പോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സൈഡും കൂടെ ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് ഈ സൈഡിൽ സ്കെയിൽസും കൂടെ ഒന്ന് കളയാം. ഇത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആദ്യമൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ പറയുന്ന പോലത്തെ സൈസാക്കിയിട്ടൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പം നമുക്കങ്ങനെ കിട്ടുന്നില്ല. ഹോൾ സാൽമൺ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ക്ലീൻ ചെയ്യണം. ഒരു ബീ വല്ലാണ്ട് ഇവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. കുത്തുമോ നോക്കിയൊരു പേടിയുണ്ട്. ഇതിൻ്റെ സ്കെയിൽസ് നമ്മൾ ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിറകുകളൊക്കെ ഒന്ന് വെട്ടിയെടുക്കാം. ഇങ്ങനൊക്കെ ആണോ കട്ട് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. നമുക്ക് അറിയുന്ന പോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ആദ്യം ഇതിൻ്റെ വാല് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീ ഉണ്ട് ഇവിടെ. നമ്മളെ വീട്ടിൽ ഈ സാൽമണിലെ ഏറ്റവും ഡിമാൻഡുള്ള പാർട്ട് ഈ ഒരു ഭാഗമാണ്, തല.
വത്തല മുളകിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇന്നിതിപ്പോൾ യൂസ് ചെയ്യുന്നില്ല. ഇന്ന് ഞാൻ നല്ല പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ ബിരിയാണി ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. അപ്പം ഞാനിത് കട്ട് ചെയ്യുന്ന കുറച്ച് തിക്കായിട്ടാണ് പീസസ്. കാരണം ആഗോലിയൊക്കെ ആണെങ്കിൽ നമുക്ക് തിന്നായിട്ട് എടുത്താലും പൊടിയൂല. ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകും ഇതിൻ്റെ മീറ്റ്. അപ്പോൾ നമുക്ക് കുറച്ച് തിക്കായിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൻ്റെ കളറ് കണ്ടില്ലേ, ഈ ഒരു ഓറഞ്ച് കളറാണ് ഇതിൻ്റെ ഫ്രഷിന് ഉണ്ടാവുക. അപ്പോൾ ഫസ്റ്റ് ടൈം തിന്നുന്നവർക്കൊന്നും ഈ സാൽമൺ അധികം ഇഷ്ടമാണെന്നില്ല. കാരണം നമ്മളൊക്കെ തന്നെ, ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത സമയത്ത് എനിക്കിഷ്ടമായില്ല. ഞാൻ 2-3 പ്രാവശ്യം ഇത് തിന്ന് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഈ മീനോട് ഇഷ്ടം തോന്നിയത്. ഇപ്പോൾ നമ്മളെ ഫേവറേറ്റ് ഫിഷാണിത്. അപ്പം ഞാൻ ഇതിനെ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. ഈ ഒരു പീസ് ഈ ഒരു അളവിൽ മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു സൈസിലാണ് ഞാൻ എടുക്കുന്നത്. എൻ്റെ ഉമ്മ മീൻ ബിരിയാണീൻ്റെ ഭയങ്കര എക്സ്പേർട്ടാണ്. അപ്പോൾ ഞാൻ ഉമ്മനോട് ചോദിച്ചിട്ടാണ് അധികം ഈ ഫിഷിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇതൊന്ന് ചോദിച്ചു നോക്കണം. ഇതിൻ്റെ മുള്ളുകളൊക്കെ കുറവാണ്. ഈ ഒരു മുള്ളാണ് ഉള്ളത്. പിന്നെ നടുവിൽ ചെറിയ മുള്ളുകൾ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തിന്നാൻ നല്ല സുഖമാണ് ഈ മീൻ. സാൽമൺ ഗ്രില്ല് ചെയ്തിട്ട് തിന്നാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ മുളകിട്ടിട്ട് നമ്മളെ പുട്ടിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ് സാൽമൺ മുളകിട്ടത്. പിന്നെ തേങ്ങ വാർത്തരച്ച് വെച്ചാലും ടേസ്റ്റാണ്. ഇങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമുക്ക്. ഇന്നിപ്പോൾ നല്ല വെയിലുള്ള ദിവസമായതുകൊണ്ടാണ് ഞാനിത് പുറത്തുനിന്ന് കട്ട് ചെയ്യാൻ വിചാരിച്ചത്. കാരണം സ്കോട്ട്ലൻഡിൽ വെയിൽ കിട്ടൽ വളരെ അപൂർവമായിട്ടാണല്ലോ. ഇന്ന് നമുക്ക് നല്ല വെയിലുള്ള ദിവസമാണ്. പിടിച്ചിട്ട് കിട്ടുന്നില്ല, വൈദ്യ പോലെ കഴിയണം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ പീസാക്കി കഴിഞ്ഞു. എന്താ ഈ ഒരു സൈസിലാണ്. ചിലത് വലുപ്പം കൂടിയിട്ടുണ്ട്, ചിലത് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല മീൻ കട്ട് ചെയ്യുന്നതിൽ. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള പീസസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് കഴുകി വൃത്തിയാക്കി നമ്മൾ സാധാ ബിരിയാണിക്ക് ചെയ്യുന്നത് പോലെ തന്നെ നന്നായിട്ട് മസാല പുരട്ടിയിട്ട് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ബിരിയാണി, ഞാനിത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അത് കണ്ടവർക്കറിയാം എങ്ങനെയാണ് ചെയ്തതെന്ന്. എന്നിട്ട് നമുക്ക് പൊരിച്ചെടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാം. സാൽമണിൻ്റെ സ്കിന്ന് നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല നെയ്യൊക്കെ ഉണ്ടാവും. അപ്പോൾ പൊരിച്ചാലൊക്കെ നല്ല ടേസ്റ്റാണ്. പക്ഷേ ചില ആൾക്കാർക്ക് ചിലപ്പോൾ സ്കിന്ന് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ കട്ട് ചെയ്യാൻ ഒരു ഈസി മെത്തേഡ് ഉണ്ട്. നമ്മൾ മീൻ അങ്ങനെ തന്നെ ഫ്രീസറിൽ വെക്കുക. അതായത് സ്കെയിൽസ് ഒന്നും പോക്കാതെ ഫ്രീസറിൽ കൊണ്ടുവച്ചിട്ട് പിറ്റേന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഇത്രയും വലുപ്പത്തിലുള്ള, നിങ്ങൾക്ക് എങ്ങനെയാണോ എത്ര സൈസാണോ വേണ്ടിയെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ടുള്ള പീസ് എടുത്തിട്ട് നേരെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് സൈഡൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. പെട്ടെന്ന് കിട്ടും ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ സ്കിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പീൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ സ്കിന്ന് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഫ്രീസ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കിട്ടും. അപ്പോൾ മീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എൻ്റെ കുക്കിംഗ് പരിപാടിയിലേക്ക് നീങ്ങാണ്.
ഇന്നിപ്പോൾ നമുക്ക് ഉച്ചയായി വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ നമ്മൾ ബാക്കി പരിപാടികളായിട്ട് നമ്മൾ നീങ്ങാണ്. അതുകൊണ്ട് ഞാൻ കുക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല, വളരെ ഷോർട്ട് വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഒരു വട്ടം കൂടെ എൻ്റെ ഈദ് മുബാറക്. ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.